ഓവർ എന്ന വേർഡ് നമ്മൾ ഒരു സെൻറ്റൻസിൽ പ്രിപ്പൊസിഷനായിട്ടോ ആഡ്ജക്റ്റീവായിട്ടോ ആഡ്വർബായിട്ടോ അല്ലെങ്കിൽ പ്രിഫിക്സ് ആയിട്ടോ കണ്ടുവരാറുണ്ട്. ഒരു സെൻറ്റൻസിൽ ഓവറിനെ കണ്ടാൽ അത് പ്രിപ്പൊസിഷനാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. ഒരു ട്രിക്ക് ഉണ്ട്. ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ മുൻപിലായിട്ടാണ് ഓവർ എന്ന വേർഡ് കാണുന്നതെങ്കിൽ ആ സെൻറ്റൻസിൽ ഓവറിൻ്റെ ഫങ്ഷൻ പ്രിപ്പൊസിഷനായിരിക്കും. നമുക്ക് കുറച്ച് സെൻറ്റൻസസ് കാണാം. എബവ്, മുകളിൽ. ദ ഫാൻ ഈസ് ഓവർ ദ ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകളിലാണ് ഫാൻ ഉള്ളത്. കൂടുതൽ എന്ന അർത്ഥത്തിൽ ദർ വർ ഓവർ 100 പീപ്പിൾ. അവിടെ 100-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. കുറിച്ച് അല്ലെങ്കിൽ കാരണം, വി ആർഗ്യൂഡ് ഓവർ മണി. ഞങ്ങൾ പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് തർക്കിച്ചു. എക്രോസ്, കുറുകെ, ആ ഒരു അർത്ഥത്തിൽ ഓവർ ഉപയോഗിച്ച് വരാറുണ്ട്. ദ ബ്രിഡ്ജ് ഗോസ് ഓവർ ദ റിവർ. നദിക്ക് കുറുകെയാണ് ബ്രിഡ്ജ് ഉള്ളത്. ഡ്യൂറിങ്, ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിനിടെ. വി സെറ്റിൽ ദ മാറ്റർ ഓവർ കോഫി. കോഫി കുടിക്കുന്നതിനിടെ അല്ലെങ്കിൽ കോഫിയുടെ സമയത്ത് ഞങ്ങൾ ആ കാര്യം സെറ്റിൽ ചെയ്തു. അപ്പോൾ അവിടുത്തെ അർത്ഥം വരുന്നത് വൈൽ ഹാവിങ് കോഫി. ത്രൂ എ മീഡിയം, ഒരു കാര്യം വഴി. ഐ സ്പോക്ക് ടു ഹെർ ഓവർ ദ ഫോൺ. ഫോൺ വഴിയാണ് ഞാൻ അവളോട് സംസാരിച്ചത് അല്ലെങ്കിൽ ഫോണിലൂടെയാണ് ഞാൻ അവളോട് സംസാരിച്ചത്. ഐ ഹേർഡ് ദ ന്യൂസ് ഓവർ ദ റേഡിയോ. റേഡിയോ വഴിയാണ് ഞാൻ ആ ന്യൂസ് കേട്ടത്. അപ്പോൾ ആ ട്രിക്ക് ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞ സെൻറ്റൻസസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഓവർ ദ ഫോൺ, ഓവർ ദ റേഡിയോ, ഓവർ മണി, ഓവർ ദ ഡൈനിങ് ടേബിൾ, ഓവർ ദ റിവർ, ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഓവർ ഈസ് ഫോളോഡ് ബൈ എ നൗൺ. സോ ഇഫ് over has an object after it, it is usually a preposition.